അപ്രതീക്ഷിതമായാണ് അപകടങ്ങൾ നമ്മളെ തേടിയെത്തുന്നത്. ചിലപ്പോൾ ആ അപകടം അവസാനിക്കുന്നത് മരണത്തിലാകാം, അല്ലെങ്കിൽ അത്ഭുതകരമായ രക്ഷപ്പെടലിലാകാം. ഇവിടെ മകൾക്ക് അപ്രതീക്ഷിത മരണം സംഭവിച്ചതിന്റെ ഞെട്ടലിലാണ് രോഷ്നിയുടെ മാതാപിതാക്കളും ഭർത്താവും കുട്ടിയും. എന്താണ് പറ്റിയത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ട്രെയിനിൽ ശുചിമുറിയിൽ പോയ ശേഷം തിരികെ എത്താതിനെ തുടർന്ന് തിരയുമ്പോഴാണ് രോഷ്നി മരിച്ച വിവരം കൂടെയുണ്ടായിരുന്ന ഭർത്താവ് പോലും അറിയുന്നത്. ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പുറപ്പെട്ട യുവതിയായ രോഷ്നിയുടെ യാത്രയ്ക്ക് ദുരന്തത്തിൽ അവസാനം സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ശുഗപുരം കാരാട്ട് സദാനന്ദന്റെയും കുടുംബത്തിന്റെയും മകളായ രോഷ്നി ബുധനാഴ്ച രാവിലെയാണ് ദാരുണമായ അപകടത്തിൽപ്പെടുന്നത്. രാവിലെ ഏകദേശം 6 മണിയോടെയായിരുന്നു സംഭവം. ചെന്നൈ ചോളാർപേട്ടയ്ക്ക് സമീപം തീവണ്ടിയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു അവർ. സംഭവത്തിന് ശേഷം അടുത്ത സ്റ്റേഷനിൽ എത്തി വിവരം പറയുമ്പോഴാണ് പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രോഷ്നിയും ഭർത്താവ് രാജേഷും ചേർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്തൃപിതാവിനെ കാണാനായി യാത്ര പോയതായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇരുവരും തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസിൽ യാത്ര ആരംഭിച്ചത്. ജീവിതത്തിലെ മറ്റൊരു സാധാരണ യാത്രയെന്ന നിലയിലാണ് ആ യാത്രയെ അവർ കണക്കാക്കിയതെങ്കിലും അതിന്റെ ഇടയിൽ ഉണ്ടായ ആ അപകടം കുടുംബത്തിന് അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമായി മാറുകയായിരുന്നു. യുവതിയെന്ന നിലയിൽ ഊർജ്ജസ്വലമായിരുന്ന രോഷ്നിയുടെ ഈ പെട്ടെന്ന് സംഭവിച്ച വേർപാടാണ് കുടുംബത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. വീട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലും സജീവമായ ഇടപെടലുണ്ടായിരുന്ന അവളെ ഒരു നിമിഷത്തിനുള്ളിൽ നഷ്ടപ്പെടേണ്ടി വന്നതാണ് കുടുംബത്തെ തകർത്തത്. ആ യാത്ര ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഭർത്താവ് രാജേഷിനും കുടുംബത്തിനും ഇത് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇവർ ഒരുമിച്ചായിരുന്നു യാത്ര ആരംഭിച്ചത്. വഴിമധ്യേ രോഷ്നിയെ തീവണ്ടിയിൽ നിന്നും തെറിച്ചു വീണ നിലയിൽ കണ്ടെത്തുമ്പോൾ വരെയും രാജേഷ് മരണം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുകയാണ്. അപ്രതീക്ഷിതമായ സംഭവിച്ച ഈ വേർപാടിന്റെ ആഘാതം വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ 6 മണിക്ക് എഴുന്നേറ്റ് ശൗചാലയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ രോഷ്നിയെ ഭർത്താവ് രാജേഷ് അതുവരെ കാത്തുനിന്നു. പതിവ് പോലെ തന്നെയാണ് ആ ദിവസം യാത്രയുടെ തുടക്കം. രാജേഷ് അവളെ ശൗചാലയം വരെ അനുഗമിച്ചെങ്കിലും പിന്നീട് കുറച്ച് ദൂരത്ത് നിന്നുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും രോഷ്നി തിരിച്ചെത്താത്തത് രാജേഷിനെ അല്പം അസ്വസ്ഥനാക്കി. തുടക്കം തൊട്ട് എല്ലാം ശരിയായി പോകുമെന്ന് കരുതിയ യാത്രയിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചോ എന്നൊരു സംശയമുണ്ടായി. പലവട്ടം കാത്തുനിന്നിട്ടും രോഷ്നിയെ കാണാനായില്ലെന്നതിനാൽ ഒരുപാട് വല്ലാത്ത ആശങ്കയോടെ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അവസാനം നടത്തിയ അന്വേഷണത്തിലൂടെ ചെന്നൈയിലെ ചോളാർപേട്ടയ്ക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ രോഷ്നിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആ കാഴ്ചയായിരുന്നു രാജേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനാകാതെ ശങ്കകളും വേദനയും കലർന്ന മനസ്സോടെ അദ്ദേഹം തളർന്നു നിന്നു. ഒരുമിച്ച് യാത്ര ചെയ്ത ഭാര്യയെ ഈ വിധത്തിൽ നഷ്ടപ്പെടേണ്ടി വന്നത് രാജേഷിനും കുടുംബത്തിനും കനത്ത ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ബിരുദാനന്തര ബിരുദം നേടിയ രോഷ്നി തന്റേതായ കരിയറിനു വേണ്ടി ഉറച്ച തീരുമാനമെടുത്തതായിരുന്നു. ഏറെ പ്രയത്നപ്പെട്ടും മനസ്സോടെ പഠിച്ചും 3 PSC പരീക്ഷകളിലും ദേവസ്വം ബോർഡ് നടത്തുന്ന പരീക്ഷയിലും വിജയിച്ചിരുന്നു. ഈ വിജയങ്ങൾ രോഷ്നിക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഇപ്പോൾ ഏതെങ്കിലും ജോലി ഉടനെ ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ. ജീവിതത്തിൽ ഒരു നല്ല തൊഴിൽ ലഭിച്ച ശേഷം കുടുംബത്തിനും ഭർത്താവിനും ഏറെ സഹായിയാകാമെന്ന് രോഷ്നിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഭാവിക്കായി പല സ്വപ്നങ്ങളും കോർത്തെടുത്തിരിക്കെയാണ് ഈ ദുരന്തം അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്രതീക്ഷിതമായി മാറിയ ഈ ദുരന്തം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അതീവ വേദനയാണ് നൽകിയിരിക്കുന്നത്. മൃതദേഹം വ്യാഴാഴ്ച വൈകിട്ട് ശുഗപുരത്തെ വീട്ടിലെത്തിച്ച് വെള്ളിയാഴ്ച സംസ്കാരം നടക്കും. രോഷ്നിയുടെ അച്ഛൻ സദാനന്ദൻ ശുഗപുരം ദക്ഷിണമൂർത്തി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാനും ശുഗപുരം മിൽക്ക് ഫാർമേഴ്സ് സംഘം ചെയർമാനുമാണ്. അമ്മ ശ്രീകല, മകൾ ഋതുലക്ഷ്മി, സഹോദരി സനില.